വിവാഹ ജീവിതത്തിന് മുൻപുള്ള ലൈംഗിക ബന്ധങ്ങളോട് റിലേറ്റഡായ എല്ലാ പ്രവൃത്തികളും, ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളും 6-ാം പ്രമാണ ലംഘനത്തിനെതിരാ. അങ്ങനെയാണ് എങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് നോക്കിയാൽ ഇന്ന് നമ്മുടെ യുവജനങ്ങളുടെയൊക്കെ സ്ഥാനം നോക്കി, അവരുടെ ഓരോ ആഘോഷങ്ങൾ, ഒരുമിച്ച് കൂടലുകൾ, അവരുടെ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ മക്കൾക്ക് വിശുദ്ധി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഈ വിശുദ്ധി ഇല്ലെങ്കിൽ ദൈവത്തെ കാണാൻ ഇവർക്ക് പറ്റുമോ? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ജപമാല ചൊല്ലുന്നുണ്ടാവാം, അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവാം, പ്രാർത്ഥന ഗ്രൂപ്പിൽ പോകണുണ്ടാവാം, ജീസസ് യൂത്തിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവാം. പക്ഷേ ഇങ്ങനത്തെ ചില തിന്മയുടെ മേഖലകൾ നമ്മുടെ മക്കൾ അറിയാതെ പോകുന്നുണ്ട്. നമ്മൾ പോലും, മാതാപിതാക്കളായ നമ്മൾ പോലും ഇത് തിരിച്ചറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ വിശുദ്ധി എന്ന് പറയുന്ന അവസ്ഥയിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി.